Good afternoon. Good afternoon, teacher. How are you? ഇന്നും ഞാനാണ് കേട്ടോ ടീച്ചർക്ക് വേറൊരു ക്ലാസ് വന്നോണ്ട് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ പറയാനായിട്ട്? വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ പറയാനായിട്ട്? അധികം പേരൊന്നും ഇല്ലാലോ. സൗണ്ട് എല്ലാരും മ്യൂട്ട് ആണോ? ഒന്ന് വൺ മിനിറ്റ് സൗണ്ട് കുറവാണ്. നീ പറഞ്ഞോടാ. Good afternoon, everyone. Good afternoon, everyone. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Okay, thank you, dear. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കേട്ടോ, അല്ലേ? ഈ ചാപ്റ്ററിന്റെ ടീച്ചർ എയർ പൊല്യൂഷന്റെ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ടീച്ചർ ഇന്ന് ടീച്ചർ എല്ലാന്ന് വിചാരിച്ചു, അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിലേ വേണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് എഴുതിയിട്ടൊന്നുമില്ല, ഒന്ന് കാണിച്ചത്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ചു വെക്കണം കേട്ടോ. നമുക്ക് വൈകിട്ട് സമയത്ത് ആവശ്യം വരും കേട്ടോ. വൈകിട്ട് ടൈമിൽ നമുക്ക് ഇതൊക്കെ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ, അത് ഞാൻ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. പിന്നെ അത് എന്തെങ്കിലും എഴുതാന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് എഴുതാന്ന് വിചാരിച്ചു. ടീച്ചർ ഇന്ന് ഉണ്ടാവും വിചാരിച്ചില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ടീച്ചർക്ക് വേറൊരു ക്ലാസ് വന്നു, അത് എന്നോട് തന്നെ എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പിൻ ചെയ്യാടാ. കാണുന്നുണ്ടോ മാം? നന്നായിട്ടുണ്ടാ. വരയ്ക്കുക ചെയ്തല്ലേ? അതെ. ഇതേം വരയ്ക്കാണ്. നന്നായിട്ടുണ്ട്, നല്ലതാണ്. ഓക്കെ, ഓക്കെ. വേറെ ആരെങ്കിലും എയർ പൊല്യൂഷനെ കുറിച്ചിട്ട് പോസ്റ്റർ ചെയ്തവരുണ്ടോ? ഓക്കെ, നമുക്ക് യൂണിറ്റ് 10 വരാം. മാൻ ആൻഡ് എൻവയോൺമെന്റ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനും പ്രകൃതിയും, അല്ലെ? നമ്മള് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണത്, മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണത് ആരെയാണ്? നമ്മുടെ എൻവയോൺമെന്റിനെയാണ്, നമ്മുടെ എർത്തിനെയാണ്. പക്ഷേ നമ്മള് എർത്തിന് ശരിക്കും പറഞ്ഞ മനുഷ്യരിപ്പോ എന്താ പറയാ, ഡിപ്പെൻഡ് ആണോ ചെയ്യണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരെ എന്ത് ചെയ്യാണ്? മിസ്യൂസ് ആണോ ചെയ്യുന്നത്? മിസ്യൂസ് അല്ലേ ചെയ്യുന്നത്? കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തോന്നുന്നുണ്ട് എർത്തിനെ നമ്മള് തിരിച്ച്.
നമുക്ക് ഈ എന്താ പറയാ ടീച്ചർ ഇപ്പോ നഗരവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും കാണുമ്പോൾ ഭയങ്കര വിഷമാണ്. എന്താണെന്ന് വെച്ചാല് അത് ആർക്കും ബുദ്ധിമുട്ടോ കാര്യമില്ല. ഓക്കെ, അത് ഇപ്പം പുറത്തേക്ക് ചാഞ്ഞിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ജീവന ഭീഷണിയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളൊക്കെ മുറിച്ചിട്ട് കണ്ടിട്ടുണ്ട് നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്. അതൊക്കെ എന്താ പറയാ, അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ മാക്സിമം നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് ഓരോ സ്റ്റെപ്സ് എടുക്കാം. അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോടും ഈ എൻവയോൺമെന്റിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടും ഈ എൻവയോൺമെന്റ് എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് തരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും അവർക്ക് അവബോധം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ അവരും ഈ നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഈ എർത്തിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. ഈ നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെയൊക്കെ പൂർവികർ ഒരുപാട് മരങ്ങളൊക്കെ നട്ടതുകൊണ്ടും അതുകൊണ്ട് നമ്മളിപ്പോഴും എന്താ പറയാ വീട്ടിലെ പറമ്പിലൊക്കെ എന്താണ് ഒരുപാട് മാങ്ങയും അല്ലെങ്കിൽ ചക്കയും അതേപോലെ ഒരുപാട് ഈ ഒരു ടൈം ആവുമ്പോ തന്നെ ഒത്തിരി മരങ്ങളിൽ ഇങ്ങനെ ഓരോ കായ്കളായിരിക്കും. നമ്മുടെ വീടുകളിലെ സാധാരണ എന്താ പറയാ പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ച് കുക്ക് ചെയ്യേണ്ട കാര്യം വരില്ല. ഈ ടൈമിൽ ഏപ്രിൽ മെയിലും മൊത്തം ഈ മാങ്ങയുടെ ഒക്കെ സീസൺ ആണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മളൊരു മാവെങ്കിലും നട്ടിട്ടുണ്ടാവും, നമ്മൾ ആരെങ്കിലും ഒരു മരമെങ്കിലും നട്ടിട്ടുണ്ട്. എത്ര കാലമായി നമ്മളൊക്കെ മരങ്ങൾ നട്ടിട്ട്? എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങള് ജൂൺ 5 എന്ത് ചെയ്യുന്നുണ്ട്, മരങ്ങൾ നടുന്നുണ്ട്. അല്ലാതെ ഒരു മരമെങ്കിലും നടുന്നുണ്ട്. അല്ലാതെ ഡെയിലി മരങ്ങൾ നടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രകൃതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇല്ല എന്നാണ്. നമ്മള് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ട് പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ യൂസ് അതൊരു പരിധിവരെയും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എർത്തിനെ ഒരു പരിധിവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് എക്സസീവ് ആയിട്ടാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. നമ്മൾ കാണാറുണ്ട് എന്താണ് പുഴകളിലും അല്ലെങ്കിൽ നമ്മൾ മണ്ണൊക്കെ കുറച്ചൊന്ന് കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും കിട്ടുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്. അത്രയും കൂടുതൽ ഉപയോഗമാണ് ഇപ്പൊ പ്ലാസ്റ്റിക്കിന് വരുന്നത്. സോ മാക്സിമം പ്ലാസ്റ്റിക്കിന്റെ യൂസ് നമ്മൾ കുറയ്ക്കുക. നാച്ചുറലി ആയിട്ടുള്ളത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സഞ്ചി ആണെങ്കിൽ ആ സഞ്ചി തന്നെ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുക. അല്ലാതെ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ എപ്പോഴും റിപ്പീറ്റ് വാങ്ങിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ക്ലോത്തിന്റെ കവറുകൾ കുഴപ്പമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിസോഴ്സ് നല്ല എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എർത്ത് നമുക്ക് ഒരുപാട് എന്ത് തരുന്നുണ്ട്, ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എർത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ കാണാൻ തിരിച്ചു ചെയ്യുന്നത് എന്താണ്, അതിനെ ഉപദ്രവിക്കുക മാത്രമാണ്. സോ നമ്മൾ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ, അതിനെ നല്ല രീതിയിൽ റിസർവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജനറേഷന് നമുക്ക് ഈ എർത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാല് എർത്തിൽ എന്തുണ്ടാവില്ല, ശുദ്ധവായു ഉണ്ടാവില്ല, ഓക്സിജന്റെ അളവ് കുറയും. സോ നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എർത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പ്ലാൻ ചെയ്യാൻ പറ്റും, ഒരുപാട് ട്രീസ് പ്ലാൻ ചെയ്യാം. അതേപോലെ നമുക്ക് പറ്റുന്ന ഓരോ കാര്യങ്ങൾ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാം. എയർ പൊല്യൂഷൻസ് കുറയ്ക്കാം. വെഹിക്കിൾസിന്റെ ഒക്കെ എയർ പൊല്യൂഷൻ നമുക്കറിയാം. വെഹിക്കിൾസിൽ നിന്നും ഫാക്ടറിയിൽ നിന്നൊക്കെ ഉള്ള എയർ പൊല്യൂഷൻ ഒരുപാട് ആൾക്കാരെ ആസ്മ രോഗികളും ഒരുപാട് അങ്ങനെ അസുഖങ്ങൾ വരുന്നുണ്ട്. അതൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കണം. അതേപോലെ ലാൻഡ് പൊല്യൂഷൻ, എനിക്ക് തോന്നുന്നു ലാൻഡ് പൊല്യൂഷന്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഒരു പരിധി വരെ കുറയ്ക്കുകയാണെങ്കിൽ ലാൻഡ് പൊല്യൂഷൻ നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാനായിട്ട് പറ്റും. സൗണ്ട് പൊല്യൂഷൻ, ഇപ്പൊ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. കുഞ്ഞു കുട്ടികളെ പോലും കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സൗണ്ട് പൊല്യൂഷൻ കാരണം. ചെറുപ്പത്തിലെ തന്നെ കേൾവി ശക്തിക്ക് തകരാറ് വരുന്നു. പിന്നെ റേഡിയേഷൻ പൊല്യൂഷൻ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, TV, അതേപോലെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ നിന്ന് റേഡിയേഷൻ വഴി പൊല്യൂഷൻ ഉണ്ട്. സൗണ്ട് പറഞ്ഞു, റേഡിയേഷൻ പറഞ്ഞു, എയർ പറഞ്ഞു, വാട്ടർ പറഞ്ഞില്ല അല്ലെ. ദെൻ വാട്ടർ പൊല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മള് എന്താ പറയാ, മുമ്പത്തെ പുഴകളൊക്കെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? നിങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന പുഴകളൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും അതിലൂടെ ഒഴുകുന്നത്. പക്ഷെ ഇന്നത്തെ പുഴകളിലെ കുട്ടികളെ നമുക്ക് ഇറക്കാൻ കൂടി പേടിയാണ്.
കാരണം എന്താണ്, അവർക്ക് ആ പുഴയിൽ നിന്ന് എന്ത് അസുഖം വരുമോ എന്നുള്ള പേടിയാണ് നമുക്ക്. പണ്ടത്താന്ന് വെച്ചാല് വെക്കേഷൻ ടൈമിൽ പുഴയിലൊക്കെ കുട്ടികൾ പോയി കളിക്കുന്നു, അല്ലെങ്കിൽ കുളത്തിൽ പോയി കളിക്കുന്നു, അപ്പൊ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പക്ഷെ നമ്മൾ കേൾക്കുന്നത് അമീബിക്ക മെൻജൈറ്റിസ് ആണ്, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. ഈ വെള്ളത്തിൽ ഇറക്കി കുളിപ്പിക്കാനും അതേപോലെ ഒന്ന് നമുക്ക് ആ വെള്ളം യൂസ് ചെയ്യാൻ തന്നെ പേടിയാണ്. കാരണം ഇതേപോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്നുള്ള പേടി ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സോ ഇതിനെല്ലാം മാറ്റം വരേണ്ട സമയമായിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റം വരുത്താൻ വേണ്ടി ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ഈ എക്സസീവ് ആയിട്ടുള്ള ഇത് പ്ലാസ്റ്റിക്കിൻ്റെതാവട്ടെ, അതേപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള ഈ യൂസ്, ഭയങ്കരമായിട്ടുള്ള യൂസ് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അതേപോലെ പൊല്യൂഷനും കുറയ്ക്കാം. ഭയങ്കര പൊല്യൂഷനാണ് എർത്തിന്, എർത്തിലേക്ക് നമ്മൾ എയറിന്റെ കാര്യത്തില് വാട്ടർ, ലാൻഡ്, എല്ലാ പൊല്യൂഷനും ഒരു പരിധി വരെയും കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എർത്തിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടെ, കൊറോണയുടെ ടൈമില് ഒത്തിരി ഫാക്ടറീസ് ഒക്കെ ലോക്ക്ഡൌൺ ആയിരുന്നു. നമ്മുടെ ഭയങ്കരമായിട്ട് ലോക്ക്ഡൌൺ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഫാക്ടറീസ് ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല, വെഹിക്കിൾസ് ഒന്നും റൺ ചെയ്യുന്നില്ല. ആ ഒരു സമയത്ത് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടല്ലോ, അപ്പൊ അത് കുറഞ്ഞു വന്നതായിട്ടൊരു റിപ്പോർട്ട് നിങ്ങൾ കണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഓസോൺ പാളിയിൽ വിള്ളലിന്റെ വാക്യം കുറഞ്ഞു വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയാ വാതകങ്ങള്, ഇപ്പൊ എന്താ പറയാ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എക്സസീവ് ആയിട്ടുള്ള യൂസ് മൂലമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഓസോൺ ഡിപ്ലക്ഷൻ ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ യൂസേജ് കുറഞ്ഞപ്പോ ഇതേപോലത്തെ എയർ പൊല്യൂഷൻസ് ഒരു പരിധി വരെയും കുറയ്ക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ചാപ്റ്റർ മാൻ ആൻഡ് എൻവയോൺമെന്റിലേക്ക് വരാം. ഫസ്റ്റ് പാരഗ്രാഫ് ആരാ റീഡ് ചെയ്തേ? ആരും റീഡ് ചെയ്യില്ല? ഞാൻ വായിക്കാം മാം. ഷെമീറ റീഡ് ചെയ്തോളാം. Unit 10, Man and Environment. A resource has been defined as any means of attaining given ends or source of supply or support generally held in reserve. Natural resources include the total natural environment, that is, the entire surface layer of Earth. So the natural resources are the components of atmosphere, hydrosphere, and lithosphere. Based on the affluence and availability, natural resources are divided into two sections. They are renewable and non-renewable resources. ഓക്കെ കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്നത് റിസോഴ്സ് എന്താണെന്നാണ്. റിസോഴ്സ് ഡിഫൈൻ ചെയ്യുന്ന എനി മീൻസ് ഓഫ് അറ്റൈനിങ് ഗിവൺ എൻഡ്സ്, നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഏതെങ്കിലും മാർഗത്തിൽ നമുക്ക് എന്ത് പറയാം, റിസോഴ്സ് എന്ന് പറയാം. നമ്മുടെ ഈ സോഴ്സ് ഓഫ് സപ്ലൈ, റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ, ഭൂരിഭാഗം സപ്ലൈ അല്ലെങ്കിൽ നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, നാച്ചുറൽ റിസോഴ്സ് ആണ് ഭൂരിഭാഗം യൂസ് ചെയ്യുന്നത്. ടോട്ടൽ എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മൾ ഈ റിസോഴ്സസ് എടുക്കുന്നത്. നമ്മുടെ എർത്തിന്റെ പുറമേയുള്ള സർഫസ് ലെയറിലാണ് ഈ പറഞ്ഞ റിസോഴ്സസ് ഉള്ളത്. വാട്ടർ ആവട്ടെ, ലാൻഡ് ആവട്ടെ, എന്തും ആവട്ടെ, നമ്മുടെ നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. So the natural resources are components of atmosphere, hydrosphere, lithosphere. 3 സ്ഫിയറുകളുണ്ട് നമ്മുടെ എർത്തിന്റെ സ്ഫിയറുകളാണ്. അപ്പൊ ഈ 3 സ്ഫിയറിൽ നിന്നുള്ള കമ്പോണൻസ് ആണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി, നാച്ചുറൽ റിസോഴ്സ് ഒക്കെ നമുക്ക് നാച്ചുറൽ റിസോഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് റിന്യൂ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, വീണ്ടും നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, റിന്യൂവബിൾ ആണ്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ യൂസ് ചെയ്യും തോറും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. റിന്യൂവബിൾ റിസോഴ്സസ്, these resources are naturally restored after being used. നമ്മളിപ്പോ വാട്ടറിന്റെ കേസ് ആയാലും ബയോമാസിന്റെ കേസ് ആയാലും നമ്മൾ ഈ പറഞ്ഞ യൂസ് ചെയ്യുക, ഈ വെള്ളം എവിടേക്ക് തന്നെ പോകുന്നത്, ഭൂമിയിലേക്ക് തന്നെ പോകുന്നത്, വീണ്ടും അത് റീസ്റ്റോർ ചെയ്യാണ്. അപ്പൊ അത് റിന്യൂവബിൾ റിസോഴ്സ് ആണ്. വാട്ടർ, സൺലൈറ്റ്, പിന്നെ എന്തൊക്കെയാണ് റിന്യൂവബിൾ റിസോഴ്സസ്, വാട്ടർ, സൺലൈറ്റ്, പിന്നെ വിൻഡ്, ഇതെല്ലാം റിന്യൂവബിൾ റിസോഴ്സ് ആണ്. വീണ്ടും നമുക്കത് വരുന്നുണ്ട്.
പക്ഷെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും തോറും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിമിനിഷ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന റിസോഴ്സാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. These resources are these are the resources which cannot be replenished with a small period. ചെറിയൊരു കാലയളവ് കൊണ്ട് നമുക്കത് വീണ്ടും അത് നിറയ്ക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ്, ക്രൂഡ് ഓയിൽ, ഓർസ്, മെറ്റൽസ്, ഇതൊന്നും നമുക്ക് വീണ്ടും വീണ്ടും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോസിൽ ഫ്യൂവൽസ് അറിയാലോ, ക്രൂഡ് ഓയിൽ ഒക്കെ. അപ്പൊ അതൊക്കെ എത്രയോ കാലങ്ങള് ഭൂമിയുടെ അടിയിൽ കടന്ന ഈ എന്താ പറയാ, ഈ ജീവികളുടെയും അതേപോലെ തന്നെ അനിമൽസിന്റെ പ്ലാന്റ്സിന്റെ ഒക്കെ ഇതിൽ നിന്ന് ഫോം ചെയ്ത ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഫ്യൂവൽസ് ആണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ പെട്രോൾ, ഡീസൽ, കെറോസിൻ, ക്രൂഡ് ഓയിൽ ഒക്കെ ഈ ഫോസിൽ ഫ്യൂവലിന് എക്സാമ്പിൾ ആയിട്ട് വരും. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില എന്ത് ചെയ്യാൻ ഡെയിലി കൂടുന്നത്. അതേപോലെ ഓറ് അല്ലെങ്കിൽ മെറ്റൽസ്, നമുക്കറിയാം ഗോൾഡ് ഒക്കെ എന്ന് പറഞ്ഞാല് ഭൂമിയിലുള്ള ഗോൾഡിന്റെ എനിക്ക് തോന്നുന്നു 80% ഖനനം ചെയ്തെടുത്തു. ഇനി ആകെ 20% എന്തോ ഖനനം ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് അത് റെയർ മെറ്റൽ ആയിട്ട് പോകുന്നത്. അതിന് ഭയങ്കര പൈസ ആകുന്നത്. എന്തുകൊണ്ടാണ്? അത് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. നമുക്കത് വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഒത്തിരി ടൈം വേണം. അപ്പൊ അതുകൊണ്ട് നമുക്കത് എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. പെട്ടെന്ന് അത് നമ്മുടെ യൂസ് ചെയ്യുന്നത് മൂലം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് റിസോഴ്സ് എന്ന് പറഞ്ഞു, റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും അത് റീസ്റ്റോർ, നാച്ചുറലി അത് റീസ്റ്റോർ ആവും. എക്സാമ്പിൾ വാട്ടർ ആണ്. നമ്മൾ എന്താ പറയാ, നമ്മൾ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ അത് ഭൂമിയിലേക്ക് പോകുന്നു, അത് വീണ്ടും മഴയായിട്ട് വരുന്നു, വീണ്ടും അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അതേപോലെ സൺലൈറ്റ് ഒക്കെ എന്താണ് റിന്യൂവബിൾ റിസോഴ്സ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൺലൈറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, റീസ്റ്റോർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഡെയിലി. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഫോസിൽ ഫ്യൂവൽ അതിനാണ് മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. ഓക്കേടാ, ഞാൻ വായിക്കാം മിസ്. എൻവയോൺമെന്റ് പൊല്യൂഷൻ അല്ലേ? അല്ലടാ, എൻവയോൺമെന്റ് പൊല്യൂഷൻ, human interaction. Okay, human interactions with the resources, sustainable management of renewable resource. The primary concern in the sustainable management of renewable resource is to the secure that the rate at which it is become replenished or regenerated. This means that water should not be withdrawn from wells at a faster rate than the rate at which rainwater is replenishing underground storage system. In the same way, the number of trees cut down should not outstrip the number of new trees planted. Second one, sustainable management of non-renewable resources. ഇനി നമ്മളിപ്പോ പറയുന്ന ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സ്, നമ്മൾ ഈ പറയുന്ന റിസോഴ്സ് ആയിട്ട് ഹ്യൂമൻ ഇന്ററാക്ഷൻ എങ്ങനെയാണ് എന്നാ പറയുന്നത്. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞിട്ട് സുസ്ഥിര, സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് റിന്യൂവബിൾ റിസോഴ്സ് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. റീജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും റീജനറേറ്റ് ആകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫാസ്റ്റ് റേറ്റില് നമ്മൾ എത്ര ട്രീസ് ആണോ കട്ട് ചെയ്തത് അത്രയും ട്രീസിന്റെ ബെനിഫിറ്റ്സ്, നമ്മൾ ഒരു 10 ട്രീസ് കട്ട് ചെയ്തു, 10 ന്യൂ ട്രീസ് പ്ലാൻ ചെയ്തു, പക്ഷെ ആ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഒത്തിരി നാളെടുക്കും. സോ ഒരു മരം വെട്ടിക്കഴിഞ്ഞ് എത്ര മരം നടണമെന്നാ പറയാറ്? 10 മരം. ഒരു മരം വെട്ടാണെങ്കിൽ 10 മരം നടണം. അപ്പൊ 10 മരം വെട്ടാണെങ്കിൽ 100 എണ്ണം, ഇരട്ടിയുടെ എന്താ പറയാ 10 മടങ്ങ് നടന്നേക്ക് വരും. എന്നാൽ മാത്രമേ ആ ഒരു എന്താ പറയാ ആ ഒരു ഫാസ്റ്റ് റേറ്റിൽ നമുക്ക് അതിനെ റിന്യൂ ചെയ്തെടുക്കാനായിട്ട് വരും. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് യൂസ് ചെയ്യുന്ന വാട്ടറിന് അത്രയും തന്നെ റെയിൻ വാട്ടർ
നമ്മൾ അറിയാം റെയിൻ വാട്ടർ ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ ഈ ഒരു വെള്ളിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, വീണ്ടും വെള്ളം വരുന്നുള്ളൂ. സോ അതിന് ടൈം എടുക്കും. നമ്മളിപ്പോ എന്തോരം വാട്ടറാണ് വെള്ളിൽ നിന്ന് എടുക്കുന്നത്, അത് റീഫിൽ ആവാൻ വേണ്ടിട്ട് ഒത്തിരി ടൈം എടുക്കും. സോ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് അത് ഫിൽ ആവാൻ വേണ്ടി ഒത്തിരി ടൈം എടുക്കും. ഇതെല്ലാം റിന്യൂവബിൾ റിസോഴ്സിന്റെ മാനേജ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ്. നമുക്കറിയാം റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, റീജനറേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് റിസോഴ്സ് ആണ്. നമുക്ക് ഫാസ്റ്റർ ആയിട്ട് എപ്പോഴും നമ്മൾ വാട്ടർ ഒക്കെ ആണെങ്കിൽ തന്നെ ഫാസ്റ്റർ റേറ്റിൽ അത് എന്ത് ചെയ്യുന്നില്ല, റിന്യൂ ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത്രയും തന്നെ വരണം, വെള്ളം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ കണ്ടുവരുന്നത് ഈ വെള്ളമില്ല, റെയിൻ വാട്ടർ കൂടുതലായിട്ട് വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി പോകുന്നില്ല. കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ ഈ റെയിൻ വാട്ടർ ഭൂമിയുടെ അടിയിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഇറങ്ങി ചെല്ലുന്നുള്ളൂ. മുമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും മഴവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മണ്ണിലേക്ക് നേരെ ഇറങ്ങി പോകാണ്. പെട്ടെന്ന് വെള്ളം എന്ത് ചെയ്യും, മണ്ണിലേക്ക് പോകും. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളും എങ്ങനെയാണ്, ടൈലിലാണ്. നമ്മുടെ എന്താ പറയാ, ഫ്രണ്ടേജ് മൊത്തം ടൈല് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ വെള്ളം എന്ത് ചെയ്യാണ്, ഒഴുകി പോവുകയാണ്. ഈ മഴവെള്ളം മൊത്തം എന്ത് ചെയ്യാണ്, ഭൂമിയിലേക്ക് ഇറങ്ങാതെ ഒഴുകി പോവുകയാണ്. ഒഴുകി ഏതെങ്കിലും പുഴയിലോ പുഴ വഴി അത് കടലിലേക്ക് എത്താണ്. അല്ലാതെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജിൽ അത്രയും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ മഴവെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് മണ്ണിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോ നമ്മള് കേരളത്തിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മഴ എപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വാട്ടറിന്റെ അവൈലബിലിറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ എന്താ പറയാ, വെള്ളത്തിന്റെ ഷോർട്ടേജ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ഉള്ളൊരു ഫാക്ടറാണ്. കാരണം അവിടെ അതില്ല, അവർക്കത് ശുദ്ധജലം കുറവാണ്. അവർക്ക് കൃഷി ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് ദൂരത്ത് നിന്നായിരിക്കും അവർ വെള്ളം കൊണ്ടുവരുന്നത്. അപ്പൊ അവരതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് അവരൊരു തുള്ളി വെള്ളം പോലും എന്ത് ചെയ്യില്ല, പാഴാക്കില്ല. പക്ഷെ നമ്മൾ ഈ വെള്ളത്തില് അല്ലെങ്കിൽ ഈ വെള്ളം കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലത്ത് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വെള്ളത്തിന്റെ വില അറിയാത്തത്. സോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വാട്ടർ ആയാലും അതേപോലെ തന്നെ ട്രീസ് ആയാലും നല്ല രീതിയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ജനറേഷനിന്, നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കാനെങ്കിലും പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഇത് കുറയും, കപ്പാസിറ്റി കുറയാനായിട്ട് കാരണമാകുന്നു. അല്ലെങ്കിൽ ഇത് മൊത്തം കടലിലേക്ക് ഒഴുകിപ്പോകും, ശുദ്ധജലം കുറവായിരിക്കും ഭൂമിയിൽ. ഓക്കെ, ഇനി സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. പിന്നെ കമ്പൽസറി ആണ് മഴക്കുഴി. പണ്ട് മറ്റേ മഴവെള്ള സംഭരണി ആണെങ്കിൽ ഇപ്പൊ മഴക്കുഴി കമ്പൽസറി ആണ്. എന്നാൽ മാത്രമേ പഞ്ചായത്തിന് പെർമിഷൻ കൊടുക്കുന്നുള്ളൂ വീട്ടിന്. ഓക്കെ, ഉണ്ട്, പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ. ഓക്കെ, ആക്സിഡൻസ് ഒക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ, കുഴൽ കിണറിന് വേണ്ടി കുഴിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ കുഴിയിലൊക്കെ വീണു കുട്ടികൾ വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ആക്സിഡൻസ് ഒക്കെ കേൾക്കാറുണ്ട്. അത് നല്ല രീതിയിൽ കവർ ചെയ്തൊക്കെ വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കാരണം പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി അതേപോലെ തന്നെ പോപ്പുലേഷൻ കൂടാണ് അല്ലെ. പോപ്പുലേഷൻ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത് പോപ്പുലേഷൻ കൂടുമ്പോ അത്രയും വീടുകളൊക്കെ വരാണ്. അപ്പൊ അവിടെ ഈ മഴവെള്ളം ഭൂമിയുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളിലായിരിക്കും ഈ വീടുകൾ വരുന്നത്. പിന്നെ അവരെന്ത് ചെയ്യും, ഫ്രണ്ടിലെ ടൈലൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു തുള്ളി വെള്ളം പോലും ആ വീട്ടിൽ വീഴാത്ത രീതിയിലാക്കി കളയും. പിന്നെ എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റാറ്, വെള്ളം നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യും, അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. മുമ്പ് പക്ഷേ ഈ ഒരു പ്രശ്നം നമ്മളുടെ നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഈ മഴ പെയ്യുന്നു, വെള്ളം മണ്ണിലേക്ക് പോകുന്നു, നമ്മളൊക്കെ ഉണ്ട്. വർഷം തോറും ഉറവ പറ്റാത്ത കിണറുകളാണ്. നമുക്ക് എത്ര വരൾച്ച വന്നാലും വറ്റാത്ത കിണറാണ്. എന്തോരം വെള്ളം വേണമെങ്കിലും ആ കിണറിൽ കിട്ടും എന്നൊക്കെ എന്റെ അമ്മാമയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ കിണറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. എല്ലാവർക്കും പൈപ്പ് കണക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ കുടിക്കാൻ എടുത്തിരുന്ന വെള്ളമാണ്. ആ കിണറ്റിൽ ഇപ്പോ എന്താ പറയാ, വേസ്റ്റും അത് കാര്യങ്ങളൊക്കെ ഇട്ട് മോശമാക്കി നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പോ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ വാട്ടർ റിസോഴ്സും എന്ത് ചെയ്യണം, സോഴ്സുകളും നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിപ്പോ പഞ്ചായത്ത് ലെവലിലായാലും പഞ്ചായത്ത് ലെവലിൽ നിന്ന്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലെവലിലായാലും മുനിസിപ്പാലിറ്റി ലെവലിൽ നിന്ന്
ഈ വാട്ടർ റിസോഴ്സുകൾ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? സഫീഷ അല്ലെ പറഞ്ഞത് നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാന്ന്? ഓക്കേടാ, റീഡ് ചെയ്തോട്ടാ. Okay. B. Sustainable management of non-renewable resources. The forces of non-renewable resources management differ from that of renewable resource management. The salient feature of non-renewable resources is that they can be drained. The more we use, the less remains. The earth is basically a closed system. The amount of water in the earth system is fixed. The existing solid earth resources are all that we have and probably all we will ever have. ഓക്കേടാ, നമ്മൾ ഈ പറയുന്നത് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. റിന്യൂവബിൾ റിസോഴ്സ് നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് റീജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്തോരമാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ യൂസേജ് കുറയ്ക്കണം. അപ്പോ നമ്മളിപ്പോ പെട്രോള്, ഡീസലൊക്കെ നമുക്കറിയാം, ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ എങ്ങനെയാണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. നമ്മൾ കൂടുതലായിട്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെട്രോളും ഡീസൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇനി വരാൻ പോകുന്ന ജനറേഷന് അത് കുറവായിരിക്കും യൂസ് ചെയ്യാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ഭയങ്കര ഹെവി ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ യൂസ് എന്ത് ചെയ്യാം, ഒരു പരിധിവരെയും കുറയ്ക്കാം. അപ്പോ ഈ പറഞ്ഞ പോലെ ഫോസിൽ ഫ്യൂവൽസിന്റെ ഒത്തിരി യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കൂടുതലായിട്ട് ഇലക്ട്രോണിക് വെഹിക്കിൾസ് കൂടുതലായിട്ട് വരുന്നത്. ഇല്ലേ, നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഫോസിൽ ഫ്യൂവൽ വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10,000s of years വേണം. കുറച്ച് എന്താ പറയാ, ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് നല്ല എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ബാക്കിയുള്ളത് നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഇതുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്, വന്നുകൊണ്ടേയിരിക്കുന്നത്. എമൗണ്ട് ഓഫ് മാറ്റർ, നമ്മുടെ എർത്തിലുള്ള മാറ്റർ ഫിക്സ്ഡ് ആണ്. സോ നമ്മളത് യൂസ് ചെയ്യുന്നതിലൂടെ അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. The existing solid earth resource are all that we have been and probably all we will never have. ഞാൻ പറഞ്ഞില്ലേ ഗോൾഡിന്റെ ഒക്കെ കാര്യം. എന്തുകൊണ്ട് ഗോൾഡിന്റെ ഇപ്പൊ ഭയങ്കര റേറ്റ്? നമ്മുടെ എർത്തിൽ നിന്നുള്ള ഭൂരിഭാഗം ഒരു 80%, ഒരു 90% ഗോൾഡും നമ്മൾ എന്ത് ചെയ്തു, ഖനനം ചെയ്ത് എടുത്തു. ഇനി ഇവിടെ ഉള്ള ഗോൾഡ്, നമ്മൾ ഖനനം ചെയ്തെടുത്ത ഗോൾഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഭയങ്കരമായിട്ട് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും റേറ്റ് കൂടാൻ കാരണം അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ പ്രൈസ് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എൻവയോൺമെന്റ് പൊല്യൂഷൻ. നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു. എന്തൊക്കെ പൊല്യൂഷൻ വരുന്നത്? എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ. എന്റെ അഭിപ്രായത്തിൽ ഒരു പൊല്യൂഷനും കൂടെ ആഡ് ചെയ്യാൻ, വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ നിർബന്ധമായിട്ട് ആഡ് ചെയ്യണോണ്ട് നിങ്ങൾ അവിടെ ആഡ് ചെയ്തോ വാട്ടർ പൊല്യൂഷൻ. കാരണം പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 5 പൊല്യൂഷനും നമുക്ക് പറയാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ ഇപ്പൊ വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട്, വാട്ടർ പൊല്യൂഷൻ എന്താണ്, കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, കോൺസിക്വൻസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരും. എന്നിട്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആര് പ്രിപ്പയർ ചെയ്ത് വരും? എല്ലാവരും ചെയ്തോടെന്നാ. എല്ലാവരും എന്താണ് വാട്ടർ പൊല്യൂഷൻ, അതിന്റെ കോസസും കോൺസിക്വൻസും ഓഫ് വാട്ടർ പൊല്യൂഷനും പ്രിപ്പയർ ചെയ്ത് വരാം. ഈ ടോപ്പിക്കിൽ ശരിക്കും അതും കൂടി ഇൻക്ലൂഡ് ആവണമായിരുന്നു, അതുവരെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സെമിനാർ ഒരു ആക്ടിവിറ്റി പോലെ ചെയ്താൽ മതി. നമ്മുടെ സ്വന്തം നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ അവസാനം കുറച്ച് പേജ് ഉണ്ട്, അല്ല നമ്മുടെ ടെക്സ്റ്റിന്റെ ലാസ്റ്റ് കുറച്ച് പേജ് ഉണ്ട്, അവിടെ റൈറ്റ് ചെയ്ത് വെച്ചാലും മതി. മിസ് ഒരു ആക്ടിവിറ്റി തന്നിരുന്നു ചെയ്യാൻ വേണ്ടിട്ട്, എർത്തിന്റെ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ചാർട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഞാൻ ലേറ്റ് ആയിട്ട് കയറി. ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഞാൻ പിൻ ചെയ്യാണ്, കാണിച്ചു കേട്ടോ.
റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? നല്ല രസമുണ്ട് കണ്ടിട്ട്. ഓക്കെ, കുഴപ്പമില്ല. സ്റ്റേബിൾ ആയിട്ട് പിടിക്കും, നല്ല ഭംഗി തോന്നുന്നു. ഓക്കേടാ, നന്നായിട്ടുണ്ട്. ഇതെല്ലാം സേവ് ചെയ്ത് വെക്കണം കേട്ടോ, സൂക്ഷിച്ച് വെക്കണേ. ആവശ്യമുള്ളതാണ്. മിസ് ആടാ, എന്റെ പേര് റീന സിന്ധി. ഞാൻ ആദ്യമായിട്ടാണ് മിസ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇത്രയും ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ആക്ടിവിറ്റി എന്താണെന്നൊന്ന് ഇപ്പൊ കാണിച്ച ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരു പോസ്റ്റർ, എർത്ത് പൊല്യൂഷനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, എന്ത് എർത്തിന്റെ എർത്ത് പൊല്യൂഷൻ. ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവരൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. കുറച്ചു പേരൊക്കെ കാണിച്ചു. ബാക്കി എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ആക്ടിവിറ്റി ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ടീച്ചർ, ഇപ്പം ആക്ടിവിറ്റി പോലെ ചെയ്യണം എന്ന് പറഞ്ഞത് വാട്ടർ പൊല്യൂഷൻ മാത്രമാണോ, അല്ലെ എല്ലാം ചെയ്യണോ? വാട്ടർ പൊല്യൂഷൻ മാത്രമേ നമുക്ക് ടോപ്പിൽ ഡിസ്കസ് ചെയ്യാൻ ഇല്ലാത്തുള്ളൂ. വാട്ടർ പൊല്യൂഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചർ. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആരാ റീഡ് ചെയ്തേ ആ പാരഗ്രാഫ്? ആരും റീഡ് ചെയ്യാനില്ല? ഞാൻ തന്നെ റീഡ് ചെയ്യാം. ഓക്കെ, വായിച്ചു കേട്ടോ. Environment pollution. Environment pollution means breaking the environment in such a manner that it is unable to play its role properly. A blended environment is not going to maintain, nourish, and sustain humanity. Environment pollution is air pollution, land pollution, sound pollution, and radiation pollution. ഓക്കെ, എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന് അതിൻ്റെതായ റോൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അൺഎബിൾ ടു പ്ലേ ഇറ്റ്സ് ഓൺ റോൾ, അവരുടെ റോൾ കറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂഷൻസ്, ഒരുപാട് പൊല്യൂഷൻസ് നേരിടുന്നതുകൊണ്ടാണ് എൻവയോൺമെന്റിന് അവരുടേതായ റോൾ ചെയ്യാൻ പറ്റാത്തത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? എയർ പൊല്യൂഷൻ ആണ്, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ വരുന്ന പൊല്യൂഷൻ. ലാൻഡ് നമ്മുടെ മണ്ണിന്. സൗണ്ട് നമുക്കറിയാലോ, ഒരുപാട് ഫാക്ടറിയുടെ ഒക്കെ അടുത്ത് വീടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ ഫാക്ടറി എന്നൊക്കെ വരുന്ന സൗണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയറിംഗ് പ്രോബ്ലംസിന് പ്രശ്നങ്ങൾ കാരണമാവുന്നു. അതേപോലെ ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് ഈ വെഹിക്കിൾസിന്റെ ഒക്കെ ഹോണിന്റെ സൗണ്ട് അത് ഹിയറിംഗ് പ്രോബ്ലംസ് വരുത്തുന്നു. പിന്നെ റേഡിയേഷൻ, ഇന്ന് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് റേഡിയേഷൻ. മൊബൈൽ ഫോണിന്റെ എക്സസീവ് ആയിട്ടുള്ള യൂസ്. നമ്മൾ റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ അമ്മ എന്ത് ചെയ്യാ, ഈ ഫോണിലായിരിക്കും ഫുൾ ടൈം അമ്മ എന്താ പറയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്, ഫോണാണ് അവരുടെ ഫുൾ യൂസേജ്. സോ ഈ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ കുട്ടിക്ക് ചെറുപ്പത്തിലേ തന്നെ ഏറ്റു തുടങ്ങാണ്. സോ ഈ റേഡിയേഷൻ പൊല്യൂഷൻ കാരണം കുട്ടിക്ക് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ്, സ്കിൻ അലർജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ. അതെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിലോട്ട് ഇമ്പോർട്ടന്റ് ആണ് വാട്ടർ പൊല്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ ആ വാട്ടർ പൊല്യൂഷനും കൂടി എൻവയോൺമെന്റ് പൊല്യൂഷനിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർ പൊല്യൂഷൻ ആണ് കേട്ടോ. ശ്രദ്ധിക്കാം. The air pollution may be defined as the happening in air of any foreign material or gas which is risky to man, vegetation, animals or building. നമ്മുടെ എയറിലേക്ക് ഈ പറഞ്ഞ പോലത്തെ പുറത്തുനിന്ന് മറ്റേതെങ്കിലും മെറ്റീരിയൽസോ ഗ്യാസസോ വരുമ്പോൾ അത് നമ്മുടെ മനുഷ്യർക്കും ഇവിടുത്തെ ജീവജാലങ്ങൾക്കും അതേപോലെ നമ്മുടെ പ്രകൃതിക്കും ഒക്കെ ദോഷമാണ്. Thus, the contamination of the air with the dust, smoke, harmful gases may be considered as air pollution. So, ഇങ്ങനെ നമ്മുടെ എയറിലേക്ക് വരുന്ന ഇതേപോലത്തെ ഡസ്റ്റ്, സ്മോക്ക്, ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസിന് നമ്മൾ എന്ത് പറയും? എയർ പൊല്യൂഷൻ എന്ന് പറയും. എയർ പൊല്യൂഷന് കാരണം എന്താണ്? വാഹനത്തിൽ നിന്നുള്ള പുകകൾ, പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകകൾ. ഓക്കെ, പിന്നെ
വെടിമരുന്ന്, പടക്കം, പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോണ്ടാകുന്നു. ശരിയാണ്, അങ്ങനെ വരുന്ന പുകകൾ. നിങ്ങൾക്ക് അറിയോന്ന് അറിഞ്ഞൂടാ, ഈ ദീപാവലിയൊക്കെ സമയത്ത്, ദീപാവലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഡൽഹി ആ ഒരു ഭാഗത്ത് അവിടത്തെ സ്കൂളുകൾ 2 ആഴ്ചത്തേക്കും 3 ആഴ്ചത്തേക്കും എന്ത് ചെയ്യേണ്ടി വരും, ക്ലോസ് ചെയ്തിടേണ്ടി വരും, അടച്ചിടേണ്ടി വരും. കാരണം അവിടെ എന്താണ്, കാഴ്ച ഭയങ്കര മങ്ങലായിരിക്കും, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് വ്യൂ കിട്ടില്ല, ഭയങ്കര മിസ്റ്റ് ഒക്കെ പോലെ ഭയങ്കര പുകയായിരിക്കും. നമ്മുടെ തലസ്ഥാനമാണ് ഈ പറയുന്ന ഡൽഹിയിൽ ഭയങ്കരമായിട്ട് എയർ പൊല്യൂഷൻ അളവ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉള്ള ഒരു സ്ഥലം എവിടെയാണ്, ഡൽഹിയിലാണ്. ഡൽഹി ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ന്യൂസ് കാണാറുണ്ട്. അതേപോലെ തന്നെ ഈ രാജസ്ഥാനിലൊക്കെ ഉള്ള ആൾക്കാരെ നമ്മള് കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് ഈ വൈക്കോലുണ്ടല്ലോ, വൈക്കോല് അത് ഒരുമിച്ചിട്ട് കത്തിക്കും. അപ്പൊ അതിൽ നിന്ന് പോകുന്ന എയറും ആ പുകയും എയർ പൊല്യൂഷന് കാരണമാവുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, കോസസ് ഓഫ് എയർ പൊല്യൂഷൻ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ കാര്യം ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുന്നത്. ഇപ്പൊ ഒരു ബസ്സിൽ ഒരു 30-35 പേര് ഒരുമിച്ച് ട്രാവൽ ചെയ്ത് പോവാണ്. ആ ഒരു ബസ്സിന് താഴെ തന്നെ ഒരു 30-35 പേര് ബൈക്കിന് പോവാണ്. അപ്പൊ ഏറ്റവും നല്ല ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? നമ്മൾ ഈ ഒരു എയർ പൊല്യൂഷൻ കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ ഏതായിരിക്കും ഏറ്റവും നല്ല ട്രാൻസ്പോർട്ടേഷൻ? ബസ്സിന് പോകുന്നതായിരിക്കും. കാരണം എന്താണ്, അപ്പൊ ആ ഒരു ബസ്സിന്റെ പൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. 30 വെഹിക്കിളിലാണ് പോകുന്നത്. അപ്പൊ നോക്കി അത്രയും പോക്ക്, അത്രയും എന്താ പറയാ പൊല്യൂഷൻ ആണ് നമ്മുടെ എയറിലേക്ക് വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എയർ നമ്മളിപ്പോ എന്തെടുക്കും, ഇങ്ങനെ വണ്ടികളുടെ ഒക്കെ എയർ പൊല്യൂഷൻ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ എയർ പൊല്യൂഷൻ കറക്റ്റ് ആയിട്ടാണോ പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ ഡൽഹിയിൽ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 15 വർഷത്തിന് താഴെയുള്ള, അല്ലെങ്കിൽ 15 വർഷത്തിന് മേലെയുള്ളത്, 15 to above ഉള്ള വണ്ടികൾ, വെഹിക്കിൾസ് എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എയർ പൊല്യൂഷൻ ഒരു പരിധിവരെയും അവരുടെ ഗവൺമെന്റ് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ഒരു പരിധിവരെയും അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്തു. ഈ 15 വർഷത്തിന് മേലെയുള്ള വണ്ടികളുടെ രജിസ്ട്രേഷൻസ് ഒക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു. ആ വണ്ടികളൊന്നും നിരത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന റൂളുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്, ഇൻഡസ്ട്രീസുകളുടെ കടന്നുവരവ്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇൻഡസ്ട്രീസ് ഒക്കെ നല്ലതാണ്, ഗ്രോത്തിനും നമ്മുടെ GDP-യിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിലും നമ്മുടെ എയർ പൊല്യൂഷൻ ഒരു കാരണമാകുന്നത് ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഈ പുകകൾ മൂലം ഒത്തിരി പേർക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഇന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് വാതക ചോർച്ച മൂലം മരണം സംഭവിച്ചു. നമുക്ക് ഭോപ്പാൽ ദുരന്തം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഭോപ്പാൽ ദുരന്തം ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഗൂഗിളില് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്താണ് ഭോപ്പാൽ ദുരന്തം. ആ ഒരു ഫാക്ടറിയിൽ നിന്ന് അവിടെ നിന്ന് കുറെ ഈ പറഞ്ഞ ഗ്യാസ് ലീക്ക് ആയപ്പോ ആണ് ഈ ഭോപ്പാൽ ദുരന്തം സംഭവിച്ചത്. ഒത്തിരി ആൾക്കാർ അതിന്റെ സൈഡ് എഫക്ട് വന്നിട്ടുണ്ട്. ഒത്തിരി പേര് മരണം സംഭവിച്ചു. ഇന്നും അസുഖങ്ങളും വൈകല്യങ്ങളായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പോ അങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷൻ മൂലം എയർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഫ്യൂവൽസ്, നമ്മൾക്ക് അറിയാം, നമ്മൾ എന്താ പറയാ, ഫ്യൂവലിൽ നിന്ന് വരുന്ന പുക, അതുമൂലം എയർ പൊല്യൂഷൻ ഉണ്ട്. യൂസ് ഓഫ് ഇൻസെക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡോസൾഫാൻ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഇപ്പോഴും അതിന്റെ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് എങ്ങനെയാ വന്നേന്ന് ഓർമ്മയുണ്ട്? എൻഡോസൾഫാൻ എങ്ങനെയാണ് അഫക്ട് ചെയ്തത്? കശുമാവിൻ തോട്ടത്തില് ഹെലികോപ്റ്റർ വഴി അടിച്ച മരുന്ന്. ഓക്കെ, ഹെലികോപ്റ്റർ വഴി അവരെന്ത് ചെയ്തില്ല, അത് എന്ത് ചെയ്യണം, വെള്ളത്തിൽ കലക്കി, അത് എന്താ പറയാ, അതിന്റെ വീര്യം കുറച്ചിട്ടൊക്കെ വേണമായിരുന്നു അത് എന്ത് ചെയ്യാനായിട്ട്, സ്പ്രേ ചെയ്യാനായിട്ട്. അതുപോലെ ശ്രദ്ധിക്കാതെ അവർ ഫുള്ള് എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തു. മൊത്തമായി എയർ ശ്വസിച്ച ആൾക്കാർക്ക് എന്തോരം സൈഡ് എഫക്റ്റ് വന്ന് ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് പോലും അതിൻ്റെതായ ദോഷങ്ങൾ ഇന്നും ഫേസ് ചെയ്യുന്ന ഒത്തിരി പേര്. ആ ഒരു ഏരിയയിൽ തന്നെ കല്യാണം കഴിക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ആ സ്ത്രീകളെ മറ്റു സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് മൂലം എയർ പൊല്യൂഷൻ സംഭവിക്കുന്നത്. കാരണം ഈ മരങ്ങളാണ്, നമുക്കറിയാം,
നമ്മുടെ മരങ്ങളാണ് നമുക്ക് വേണ്ട ഓക്സിജൻ തരുന്നത് അല്ലെ. അവര് ഫോട്ടോസിന്തസിസ് സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് മൂലമാണ് നമ്മൾ ഈ ഓക്സിജന്റെ എർത്തിലുള്ള ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോ ഈ ഡിഫോറസ്റ്റേഷൻ കൂടുമ്പോൾ നമുക്ക് എയർ പൊല്യൂഷൻ കൂടുതലായിട്ട് വരുന്നു. ലാക്ക് ഓഫ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഗാർബേജ്, നമ്മൾ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നില്ല. പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അതൊക്കെ എന്താ ആൾക്കാർ ചെയ്തിരുന്നേ, നമ്മളൊക്കെ മുമ്പ് നിങ്ങൾ എല്ലാവരും മുമ്പ് ചെയ്തിരുന്നേ അത് മീൻ കത്തിച്ച് കളയായിരുന്നു. അങ്ങനെ വന്നാലും നമ്മുടെ എയർ പൊല്യൂഷൻ കാരണമാവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കിറ്റുകൾ യൂസേജ് ഒക്കെ കുറച്ചിട്ടുണ്ട്. കാരണം നമ്മളുടെ കേരള ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഹരിത കർമ്മസേന എന്ന് പറഞ്ഞ് ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ യൂസേജ് ഒരു പരിധി വരെ കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം എന്തെല്ലാം കോൺസിക്വൻസ് ആണ് എയർ പൊല്യൂഷൻ വരുത്തുന്നത്, ഇതെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത് നോക്കാം. എഫക്ട്സ് ഇൻ ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്നു. എഫക്ട്സ് ഓൺ വിസിബിലിറ്റി, ഞാൻ ഡൽഹിയിലെ കാര്യം പറഞ്ഞില്ലേ, ഡൽഹിയിൽ ഭയങ്കരമായിട്ട് വിസിബിലിറ്റിയുടെ പ്രശ്നം വന്നിട്ട് അവിടെ 2 ആഴ്ചയ്ക്ക് സ്കൂളുകളൊക്കെ അടച്ചിടുന്നതിന്റെ അവസ്ഥ വരാറുണ്ട്. എഫക്ട്സ് ഓൺ അഗ്രികൾച്ചർ, കൃഷിയിൽ പ്രശ്നങ്ങൾ വരുന്നു. എഫക്ട്സ് ഓൺ മാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അസുഖങ്ങള്, ഡിസീസസ്, ആസ്മ അതേപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നു. എഫക്ട്സ് ഓൺ ഓസോൺ ലെയറിൽ വിള്ളല് സംഭവിക്കുന്നു. അതുവഴി UV റേസ് ഒക്കെ നേരെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നു. ബാഡ് എഫക്ട്സ് ഓൺ വെജിറ്റേഷൻ ആൻഡ് ദ ലൈഫ് ഇൻ ദ വാട്ടർ, നമ്മുടെ വെജിറ്റേഷനും നമ്മുടെ എന്താ പറയാ പ്രകൃതിയിലും അതേപോലെ വെള്ളത്തിലും. നമ്മൾ വിചാരിക്കും മണ്ണിന് മാത്രം അല്ലെങ്കിൽ എയറിന് മാത്രമാണ് പ്ലാസ്റ്റിക്കിനെ കൊണ്ട് ദോഷം ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് നമ്മളുടെ എയറിൽ അല്ലെങ്കിൽ വാട്ടറിലുള്ള ജീവികൾക്കും അതൊരു പ്രശ്നമാണ്. ബാഡ് എഫക്ട്സ് ഓൺ വെജിറ്റേഷൻ ആൻഡ് ലൈഫ് ഇൻ വാട്ടർ, നമ്മുടെ ജലത്തിലുള്ള ലൈഫിനും അത് ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഓക്കെ, ഇതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാൻഡ് പൊല്യൂഷനിലേക്ക് വരാണ്. ലാൻഡ് ഈസ് ബോത്ത് നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഹസാർഡ്. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നാച്ചുറൽ ആയിട്ടും അതേപോലെ തന്നെ സോഷ്യൽ ആയിട്ടും ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരു പാർട്ടാണ് ഇത് ലാൻഡ് പറയുന്നത്. ലാൻഡ് ഹാസ് ബീൻ ട്രീറ്റഡ് ഫ്രം ആൻഷ്യന്റ് ടൈം ആസ് മദർ ഓ ഈവൻ ഗോഡസ്. നമുക്കറിയാം ഭൂമിദേവി എന്നാ നമ്മൾ പറയുന്നത്. ഭൂമിനെ നമ്മൾ ഭൂമിദേവി എന്നാ പറയുന്നത്. നമ്മള് ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന കൃഷിക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കൃഷിയിൽ പാരമ്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ദൈവത്തെ പോലെയാണ് ഭൂമിയെ കണ്ടിരുന്നത് മുമ്പ്. ഇത് ഗീവ് ആസ് ഫുഡ് ആസ് വെൽ ആസ് ഷെൽട്ടർ ഓൾ അതർ കംഫർട്ട്. നമുക്ക് തരുന്നത് ഭൂമിയാണ് നമുക്ക് ഈ വെള്ളവും ഫുഡും എയറും എല്ലാം തരുന്നത്, നമുക്കൊരു ഷെൽട്ടറും ഒക്കെ തരുന്നത്. ബട്ട് റീസെന്റ് ഇപ്പോ ഇന്ന് ഇൻസിഡൻസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ ഹാവ് ബീൻ വിറ്റ്നസ്ഡ്. നമ്മളിപ്പോ ലാൻഡ് പൊല്യൂഷൻ ഒരുപാട് വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ലാൻഡ് പൊല്യൂഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, ലാൻഡിന് വരുന്നുണ്ട്, പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കാരണം ഓവർ പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ കൂടി ഇപ്പൊ ഒത്തിരി ആൾക്കാര് ഈ പറഞ്ഞ പോലെ എന്താണ് പാടം പറമ്പൊക്കെ നികത്തി ഫ്ലാറ്റും വീടുകളൊക്കെ പണിയാൻ തുടങ്ങി. അതേപോലെ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നു. കുന്നുകളും മലകളൊക്കെ ഇടിച്ച് അവിടെ എല്ലാവർക്കും പാർപ്പിടങ്ങളാകുന്നു. അതേപോലെ നമ്മള് ഈ പറഞ്ഞ പോലെ എന്താണ് ലാൻഡില് എക്സസീവ് ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം ലാൻഡ് പൊല്യൂഷന് കാരണങ്ങളാണ്. ദ കോസ്റ്റ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ: ഓവർ പോപ്പുലേഷൻ, ഡിഫോറസ്റ്റേഷൻ, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽസ്. പിന്നെ കോൺസിക്വൻസ് എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നത് മൂലം എന്തെല്ലാം കോൺസിക്വൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിക്രീസ് ഇൻ ഫാം ലാൻഡ്, നമ്മൾ കൃഷിഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ കിട്ടുന്നുണ്ടോ? ഇല്ല. ഉള്ള ഭൂമിയിലാണെങ്കിൽ പോലും എന്താണ് കൃഷി ചെയ്യാനായിട്ട് കേരളത്തിൽ നിന്ന് ആരെയും കിട്ടുന്നില്ല. ഷിഫ്റ്റിംഗ് ഓഫ് കൾട്ടിവേഷൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിക്രീസ് ഇൻ ഫെർട്ടിലിറ്റി, നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇംബാലൻസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയറിലുള്ള എയറിന്റെ ഒരു ഇംബാലൻസ്, കാരണം പ്രോപ്പർ ആയിട്ട് ലാൻഡ് ഇല്ല, ഡിഫോറസ്റ്റേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ മരങ്ങൾ കുറവാണ്. മരങ്ങൾ കുറവായതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിലേക്കുള്ള ഓക്സിജന്റെ കോൺട്രിബ്യൂഷനിലും ഡിഫറൻസ് വരും. ഇതെല്ലാം ലാൻഡ് പൊല്യൂഷന്റെ കോൺസിക്വൻസ് ആണ്. ഓക്കെ, ഇനി സൗണ്ട് പൊല്യൂഷൻ ആണ്. ആരെങ്കിലും വായിക്കോ, റീഡ് ചെയ്തോ സൗണ്ട് പൊല്യൂഷൻ? മിസ് ഞാൻ വായിക്കാം. Sound pollution. Unwanted sound is simply called noise. The
intensity of which is usually measured in a unit called decibel. The mildest sound that humans hear directly is called threshold of hearing. Vehicles, loudspeaker, mass media, industries, defense equipment. Consequence of sound pollution. Dearness, effect on pregnant woman, effect on nervous system, efficiency in individuals. ആണ് നോക്കാട്ടോ. നമ്മള് അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് സാധാരണ മനുഷ്യർക്ക് കേൾക്കുന്നതിനും അതിനും അപ്പുറമുള്ള നോയിസ്, അത്രയുമുള്ള വോയിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോയിസ് എന്ന് പറയും. നമ്മള് വെഹിക്കിളിൽ നിന്നൊക്കെ വരുന്ന സൗണ്ട്, അതേപോലെ ലൗഡ് സ്പീക്കർ, മാസ് മീഡിയാസ്, സ്പീക്കറിനൊക്കെയുള്ള സൗണ്ട് ഇല്ലേ. എനിക്ക് സാധാരണയായിട്ട് എന്തെങ്കിലും പരിപാടിക്ക് ഇത് പോയി കഴിഞ്ഞാലേ ഒത്തിരി സൗണ്ട് കേൾക്കും, ഒത്തിരി സൗണ്ട് കേട്ടാൽ ഭയങ്കരമായിട്ട് ഹെഡേക്ക് വരും. അത് കുറേ സമയം എടുക്കും അത് മാറാനായിട്ട്. എന്നുവെച്ചാല് ആ ഭയങ്കര സ്പീക്കറിന്റെ ആ ഒരു എക്കോക്കെ ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെയുള്ള സൗണ്ടുകള്, ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, ഈ അതിൽ നിന്നൊക്കെ വരുന്ന സൗണ്ടുകൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? നമ്മള് കേൾവിക്കുറവിന് കാരണമാകുന്നു. ഈ കോൺസിക്വൻസ് ഓഫ് സൗണ്ട് പൊല്യൂഷനിൽ ഈ ഡിയർനെസ് എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. അങ്ങനെ ആവണമെന്ന് ഇല്ല, നോക്കിയിട്ട് പറയാം. ഇത് സൗണ്ട് പൊല്യൂഷൻ നമ്മളെപ്പോഴും പറയാം. ഡെഫ്നെസ് ആണോ മിസ്? ഡെഫ്നെസ് ആണെന്ന് തോന്നുന്നു, കാരണം ഡിയർനെസ് എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ അവിടെ. അങ്ങനത്തെ ഡിയർനെസ് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ബുക്കില്? അങ്ങനെയാണോ? അങ്ങനെയാണ് ഇതില് PDF കാണും. ഡെഫ്നെസ് ആക്കിക്കോട്ടോ. അപ്പൊ കേൾവി നഷ്ടപ്പെട്ടു പോകാനായിട്ട് കാരണമാകുന്നുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഒത്തിരി സൗണ്ട് ഉള്ളിടത്തേക്ക് പ്രഗ്നന്റ് വുമണിനെ കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ അവര് ഒത്തിരി സൗണ്ട്, ലൗഡ് സ്പീക്കറിന്റെ ഒക്കെ സൗണ്ട് ഒന്നും കേൾക്കാൻ പാടില്ല. കാരണം അത് കുട്ടിക്ക് ദോഷമാണ്, കുട്ടിക്ക് ജന്മനാലെ കേൾവിക്കുറവ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എഫക്ട്സ് ഓൺ പ്രഗ്നന്റ് വുമൺ, എഫക്ട്സ് ഓൺ നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും. എഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽസ്, ഇൻഎഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽസ് കേട്ടോ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളുടെ കേൾവിക്കുറവില് വ്യത്യാസം വരും. നമുക്ക് ആ കേൾവിക്കുറവില് കേൾവിയുടെ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാമാണ് സൗണ്ട് പൊല്യൂഷനിൽ വരുന്ന എന്താ കോൺസിക്വൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് നമ്മളുടെ ഓരോ ഇൻഡിവിജ്വൽസിനും എത്ര അളവ് കേൾവി കുഴപ്പമില്ല, എത്ര ബൈറ്റ്സ്, എത്ര ഡെസിബൽസ് കേൾക്കാൻ പറ്റും, ആ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്തൊരു ഫങ്ഷൻ ആയാലും നടത്താനായിട്ട്. ഒത്തിരി സൗണ്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളിപ്പോ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് റേഡിയേഷൻ പൊല്യൂഷൻ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് മോസ്റ്റ് ടോക്സിക് ആസ് കമ്പയർഡ് ടു ഓർഗാനിക് പോയിസൺ. നമ്മുടെ ഓർഗാനിക് പോയിസണേക്കാളും ഒത്തിരി പ്രശ്നമുള്ള ഒരു ടോക്സിക് ആണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ. ന്യൂക്ലിയർ വാർ മെറ്റീരിയൽസ് നമുക്കറിയാമല്ലോ, ന്യൂക്ലിയർ ടെസ്റ്റ് എക്സ്പ്ലോഷൻ, വർക്കിംഗ് ഓഫ് പവർ പ്ലാന്റ്, ആൻഡ് ദ യൂസ് ഓഫ് റേഡിയോ ഐസോടോപ്സ് ഇൻ മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യുന്ന റേഡിയോ ഐസോടോപ്സുകളുടെ ഉപയോഗം, ഇൻഡസ്ട്രീസ്, റിസർച്ച് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ that will threaten or demand the quality of the environment. നമുക്കറിയാം ഈ റേഡിയേഷൻ പൊല്യൂഷൻ മൂലം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇപ്പോ നമ്മള് മെഡിക്കൽ ഫീൽഡിലൊക്കെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എക്സ്റേ എടുക്കാൻ, MRI എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് യൂസ് ചെയ്യുന്ന മൂലം അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഞാനും വായിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ദോഷകരമായിട്ട് അവരുടെ സ്കിൻ ക്യാൻസർ ഒക്കെ സംഭവിക്കുന്നു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എക്സസീവ് ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രോസസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ നാച്ചുറൽ പ്രോസസ്സിലും ഹ്യൂമൻ ആക്ടിവിറ്റീസിനും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മുഖേനയും അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ് നമ്മൾ എന്താ പറയുക സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് മുഖേനയൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നുണ്ട്. കോൺസിക്വൻസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ ആക്റ്റീവ് എഫക്ട് ഉണ്ട്, നമുക്കത് ശരിക്കും അത് അഫക്ട് ചെയ്യും. പിന്നെ ലേറ്റ് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക്
സ്കിൻ ക്യാൻസർ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നത് ലൈറ്റ് ഇഫക്ട്സ് ആയിട്ട് കണക്കാക്കാം. ഇതെല്ലാമാണ് റേഡിയേഷൻ പൊല്യൂഷൻ. അതേപോലെ മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ കൂടുതലാവുന്നതും ഇതെല്ലാം റേഡിയേഷൻ പൊല്യൂഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വരും. ഞാൻ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിന് കാരണമാകുന്നു? കുട്ടികളില് അതേപോലെ സ്കിൻ അലർജീസ്, സ്കിൻ ക്യാൻസർ ആണ് അലർജി എന്നല്ല പറയേണ്ടത്, സ്കിൻ ക്യാൻസർ പോലത്തെ മാരകമായ അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകുന്നു. അപ്പൊ ഒരു പരിധി വരെ അത് മാക്സിമം നമ്മൾ യൂസേജ് എന്ത് ചെയ്യാം, കുറയ്ക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ 4 ടൈപ്പ് പൊല്യൂഷൻസ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ലാൻഡ്, എയർ, പിന്നെ നോയിസ്, റേഡിയേഷൻ. 4 ടൈപ്പ് പൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആണ്, നമ്മൾ പൊല്യൂഷനെ കുറിച്ച് പറയുമല്ലോ, ചാപ്റ്റർ പ്രസന്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അവര് ഈ 4 പൊല്യൂഷനെ കുറിച്ചിട്ടും ആ വാട്ടർ പൊല്യൂഷനും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 5 പൊല്യൂഷനെ കുറിച്ചിട്ടും ഒന്ന് ക്ലിയർ ആയിട്ട് പറയണം. റേഡിയേഷൻ പൊല്യൂഷൻ ഇല്ലെങ്കിലും അതിന് പകരമായിട്ട് അവിടെ എന്ത് ചെയ്താൽ പറ്റും, വാട്ടർ പൊല്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് എയർ പൊല്യൂഷനെ കുറിച്ചിട്ട് പറയാനായിട്ട് എക്സ്ട്രാ എന്തൊക്കെ പോയിന്റ്സ് പറയാൻ പറ്റും അതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്താണ് എയർ പൊല്യൂഷൻ പറയാം, അതിന്റെ കാരണങ്ങൾ പറയാം. ലാൻഡ് പൊല്യൂഷൻ എന്താണെന്ന് പറയാം, ലാൻഡ് പൊല്യൂഷന്റെ കാരണങ്ങൾ പറയാം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ പോസ്റ്റർ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇന്ന് ജസ്റ്റ് പോസ്റ്റർ കാണിച്ചു വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണം വരാൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് ടീച്ചർ. വിഷുവിന് ലീവ് എപ്പോഴാണ് ടീച്ചർ? വിഷു കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ക്ലാസ്. മിസ് അപ്പൊ പോസ്റ്റർ രീതിയിലാണോ ചെയ്യേണ്ടത്? ഐ മീൻ എല്ലാത്തിനും ഡിസ്ക്രിപ്ഷൻ അങ്ങനെ എഴുതുമല്ലോ വേണ്ട? വേണ്ട, പോസ്റ്റർ തന്നെ നോക്കിയാൽ മതി. അതിന്റെ കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എയർ പൊല്യൂഷൻ സംഭവിക്കുന്നത്, അതിന് ഇന്ന കോൺസിക്വൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതുപോലെ വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണ്. അങ്ങനെ മനസ്സിലായോ? ഓക്കെ. അപ്പോ സൈൻ ഔട്ട് ഒന്നും ഇല്ലാലോ? നോ ടീച്ചർ. 2:24. നെക്സ്റ്റ് തേഴ്സ്ഡേ ലീവ് ആയിരിക്കും ടീച്ചർ. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി അതൊക്കെ നെക്സ്റ്റ് വീക്ക് ആണ് വരുന്നത്. അതാണ്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, കൺഫേം ഒന്നും ആയിട്ടില്ല ലീവിനെ കുറിച്ചിട്ടൊന്നും. നമുക്ക് ഇൻഫർമേഷൻ ഗ്രൂപ്പിൽ വിടും കേട്ടോ, ക്ലാസ് റൂമില് വിടും. ഓക്കെ, അതനുസരിച്ച് എല്ലാ ഡീറ്റെയിലും ഒരു ക്ലാസ് റൂമിൽ വിടും കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ലീവ് നോക്കിയിട്ടേ നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി പോർഷൻസ് കൂടി പോകും, അല്ലെങ്കിൽ ഭയങ്കര സ്പീഡായിട്ട് പോകും. എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എൻഡ് ചെയ്യാമായിരുന്നു, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ആക്ടിവിറ്റിയും ഈ ഒരു പോർഷനും കൂടി കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ടീച്ചർ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Okay, miss. Thank you.